നമ്മളൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ഈ ഓർമ്മകളൊക്കെ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. ആൾക്കാർ പറയും നിന്റെ പഴയ ഓർമ്മകളൊക്കെ എടുത്തു കളയാൻ, ഡിലീറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമ്മുടെ ഓർമ്മകൾ എങ്ങനെ നമ്മൾ എടുത്തു കളയുന്നത്? നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്ന ഓർമ്മകൾ നമുക്ക് അമിഗ്ഡാല എന്ന് പറയുന്ന നമുക്ക് മെമ്മറി കീപ്പ് ചെയ്യുന്ന കുറേ പോർഷൻസാണ് നമ്മുടെ ബ്രെയിനകത്ത്. നമ്മൾ ചെറുപ്പകാലഘട്ടത്തിലുള്ള മെമ്മറി വാട്ട് എവർ ഇറ്റ് ഈസ് അത് അവിടെ സേവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ന്യൂറോൺസ് വഴി കണക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിൽ സേവ് ആയിട്ടുണ്ടാവും. ഇതിന് നമ്മൾ പൊട്ടിച്ച് കളയാണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിനെ അടിച്ച് പൊട്ടിച്ച് കളയാണ്ട് ഒരിക്കലും ഈ സാധനം പോകില്ല. അങ്ങനെ ഈ ഓർമ്മ നശിക്കുന്ന ആളുകളാണ് എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് ഒക്കെ വന്ന് ആക്സിഡൻ്റ് ഒക്കെ വരുന്ന പറ്റുന്ന ആളുകൾക്കാണ് ഓർമ്മ നഷ്ടപ്പെടുന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് പഴയ കാര്യം കിട്ടത്തില്ല, കാരണം അവർ പോർഷൻ കട്ടായിപ്പോയി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഇവർ വാർത്തകളുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഈ ചില റേപ്പ് കേസുകളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം അതിനകത്ത് വിക്ടിമായ ആൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും അല്ലേ? എല്ലാവരും ഒരു പരിധിവരെ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് സമൂഹത്തിലേക്ക് അവരെ ഒരു പുതിയ ജീവിതം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഹിപ്നോതെറാപ്പിസം ഉപയോഗിച്ച് അവർക്ക് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ ഇൻസിഡന്റിനെ അതേ ഇന്റൻസിറ്റിയിൽ ഓർമ്മയിൽ വരുമോ എന്നാണ് എനിക്ക് ചോദ്യം. അതാണ് ഹിപ്നോതെറാപ്പിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവൻ മരിച്ച ആളുകളാണെങ്കിലും ഇഷ്യൂസ് വന്ന ആളുകളാണെങ്കിലും അവർക്ക് പിന്നീട് ആ പ്രോബ്ലം ഓർത്ത് കഴിയുമ്പോൾ ഓർമ്മയിൽ വരും. ജസ്റ്റ് ഫ്ലാഷിനായിട്ട് പോകും, ചിലപ്പോൾ ഫീലിങ്സ് ഉണ്ടാവില്ല, ഇമോഷൻസ് ഡിസ്കണക്ട്. അതാണ് ഹിപ്നോതെറാപ്പിയിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇമോഷൻസ് ആണ് നമ്മളെ എല്ലാം പ്രോബ്ലത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. എത്ര വലിയ എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് വരുന്നുണ്ട്, ഈവൻ സർജൻസ് വരുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെ വരുന്ന ആളുകളാണ്. അവർക്കറിയാം, കാരണം ഇഷ്യൂസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്മൾ റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഫാക്ട് ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ അക്സെപ്റ്റൻസ് കുറവായിരിക്കും. കാരണം ചില കാര്യങ്ങൾക്ക് അതിനകത്ത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഞാനൊന്നും സ്പെസിഫിക്കായിട്ട് പറയുന്നില്ല, ജനറലി പറഞ്ഞെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈവൻ സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്ന ആളുകളുണ്ട്, മറ്റേ ഇത് പറ്റത്തില്ല, ഇത് ഫേക്കാണ്, ചെകുത്താനാണ്, പിശാചാണ്, ഇവരെന്തോ മാജിക്കാണ്, മന്ത്രമാണ്. എൻ്റെ ഇത് വീഡിയോയുടെ അടിയിൽ തെറിയുടെ ബഹളം ഇടുന്ന ആൾക്കാരുണ്ട്. എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആരും കുറ്റം പറ്റില്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അവർക്ക് ഈ ചില ആളുകൾക്ക് ഇപ്പം വേറെ കാര്യം, മാങ്ങയുള്ള മാവേലെ കല്ലെറിയുമെന്ന് പറയുന്നത് പോലെ അതൊരു മാനുഷികമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ അടുത്ത് വന്നു കഴിയുമ്പോൾ തെറാപ്യൂട്ടിക്കലി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സ് തന്നെയാണ് ഹിപ്നോസിസ്. അപ്പോൾ ആ ഇഷ്യൂവിനെ എടുത്ത് കളഞ്ഞാൽ അവർ ഇമോഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഓർമ്മ അവിടെ തന്നെ നിൽക്കും. അതാണ് ഓർമ്മ കളയാൻ പറ്റില്ല. ഓർമ്മ നല്ലതല്ലേ, ഓർമ്മ. പക്ഷെ ഓർമ്മയിലുണ്ടാകുന്ന ഇമോഷനാണ് പ്രശ്നം. ആ ഇമോഷനാണ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇമോഷണൽ ബാലൻസ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ലൈഫിലാണെങ്കിലും അങ്ങനെയല്ലേ? അതെ. അപ്പൊ ഈ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതും കൂടെ ഒന്ന് ചോദിച്ചേക്കെ. ഇപ്പൊ നെഗറ്റീവ് അതില്ലാതെ പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഈ നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ പറയുന്നത്, നമുക്ക് പലതരത്തിൽ നെഗറ്റീവ് പോസിറ്റീവ്. ഞാൻ വന്ന് ജിനുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജിനുവിന് ആദ്യം ഉണ്ടാകുന്ന ചിലപ്പോൾ പോസിറ്റീവ് ആവണമെന്നില്ല, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഏത് എനർജിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഏതോ രണ്ട് എനർജികളുണ്ടെന്ന്. നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ സയൻസും ജിനു കാണുന്ന ഒരു നെഗറ്റീവും പോസിറ്റീവും ഞാൻ കാണുന്ന നെഗറ്റീവും പോസിറ്റീവും ആയിരിക്കത്തില്ല നോർമലി. കാരണം എനിക്ക് അത്രയും ആ തരത്തിലായിരിക്കത്തില്ല ഞാൻ ആ നെഗറ്റീവ്സ്. എന്നോട് ചിലപ്പം എക്സ്ട്രീം പറഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ഒരാൾ ദേഷ്യപ്പെടുന്നത് നെഗറ്റീവ് എനർജിയാണെന്ന് എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വിചാരിക്കാത്തൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അത് നെഗറ്റീവ് എനർജിയാണെന്ന് എനിക്ക് തിരിച്ചറിയപ്പെടും. അതിനപ്പുറത്തേക്കുള്ള ഒരു നെഗറ്റീവ് എനർജി അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണല്ലോ ആണ്. പക്ഷെ എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അടിയിൽ തെറി പറഞ്ഞ ആളുകളുടെ ഓർമ്മ വരുന്നത്. എന്താ സംഭവം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ശരിക്കും അറിയത്തില്ല. കേരളത്തിലുള്ള 99% മലയാളികൾ, 100% എന്ന് പറയും. ഇപ്പം ഞാനടക്കമാണെങ്കിലും മറ്റാണെങ്കിലും ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഹിപ്നോതെറാപ്പിയിൽ സ്പിരിറ്റ് റിലീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷേ എങ്കിലും ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് ആരോടും ഞാൻ പറയത്തുമില്ല, അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് വേണ്ടാത്ത കാര്യം. പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും പറയും പിന്നെ ഇവന് വേറെ വല്ലയിടത്തും കൊണ്ടു, അവിടെ പോകും, അതിപ്പോൾ അവിടെ കൊണ്ടുപോകാനൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ദർ ഈസ് സംതിങ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് പറയുന്നില്ല. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ട്. എൻ്റെ ഇവിടെ വന്ന സ്റ്റാഫ് ചില എനർജീസ് ഉള്ള ആളുകൾ, അപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് തന്നെ പറയുന്നതിൽ ഓക്കെ, അങ്ങനെ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫിനും എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെ ഇരുന്ന എല്ലാ സ്റ്റാഫും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഛർദ്ദിച്ച സിറ്റുവേഷൻ ഉണ്ട്. വന്നിട്ട് പോയേ ഉള്ളൂ, ഞാൻ തെറാപ്പി ചെയ്തില്ല. എങ്ങനെ സംഭവിക്കുന്നത്?
എനിക്കത് വിശ്വസനീയമല്ല. അവിടെ ആ സയൻസ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് എന്റെ നെഗറ്റീവ് ആയിരിക്കത്തില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അത്. കാരണം എനിക്കറിയണ കെമിസ്ട്രിയിലെ ഫിസിക്സിലെ നെഗറ്റീവും പിന്നെയുള്ള ഈ ചെറിയ നെഗറ്റീവും പോസിറ്റീവും ഇൻസിഡൻസ് മാത്രമേ എന്നെ സംബന്ധിച്ച് ഇമോഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതിനപ്പുറത്തുള്ള നെഗറ്റീവിനെ കുറിച്ച് എനിക്കും സംസാരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അനുഭവം ഇല്ലാത്തൊരു സാധനമാണ്. അപ്പൊ ഞാൻ അതിനകത്തേക്ക് വിശ്വസിക്കുന്നതിൽ അല്ല, എനിക്ക് വിസിബിൾ അല്ലല്ലോ. അത് വിസിബിൾ അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറലി വരുമ്പോൾ ചില കേസുകൾ വരുമ്പോഴേക്കും ഓരോ ടൈപ്പ് ഓഫ് കേസുകൾ വരുമ്പോൾ അതിന് ഓരോന്നും സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസ് കണക്കാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈവൻ മെഡിക്കൽ സയൻസിൽ പോലും പറ്റാത്ത കാര്യങ്ങൾ ഈവൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇത് സംതിങ് ബിയോണ്ട് മെഡിക്കൽ സയൻസിലുള്ള കാര്യമാണ് എന്ന് മനസ്സിലാവും. നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് റെഡി ആകത്തില്ല ചില കാര്യങ്ങൾ. ഇപ്പോൾ മാനസിക അസുഖമല്ല താനും, മനസ്സിലായോ? അത് മാനസിക അസുഖമുള്ള ആളുകളുണ്ട്, അതൊരു 99% സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളതുണ്ട്. പക്ഷേ അതിനകത്ത് നിന്ന് വേറിട്ട് നിൽക്കുന്ന ചില കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറയുന്നില്ല പോകുന്ന വഴിക്ക് അവിടെ കാണും ഇവിടെ കാണും എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സംഭവമല്ല. അത് ശരിക്കും അറിയില്ല ആൾക്കാർക്ക്. പിന്നെ വേറൊരു നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യും. ഉദാഹരണം, നമുക്കൊരു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും സ്ഥിരമായിട്ട് പ്രശ്നമുള്ള വീടുകളാണെങ്കിൽ അവിടെ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് സെൻസ് ചെയ്യാം, നിങ്ങൾക്കായാലും ഫീൽ ചെയ്യാം. ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തോ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു സുഖക്കുറവുണ്ടല്ലോ. ആ സുഖക്കുറവാണ് നമ്മുടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന പ്രസൻസ്. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെ അടുത്ത നെഗറ്റീവ് എനർജി നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബോസിൻ്റെ ഓഫീസിലേക്ക് നമ്മളൊരു വലിയ നമ്മുടെ ബോസ് ഉണ്ട്, നമ്മൾ ഭയങ്കര അടിയുണ്ടാക്കി എന്തോ സ്റ്റാഫുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സമയത്ത് ബോസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ എന്തോ പ്രശ്നം ഉണ്ടാകും, ഉറപ്പായിട്ട് ഇന്ന് പണിയുണ്ടാവും. ബോസിൻ്റെ റൂമിൽ കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ സെൻസ് ചെയ്യാൻ തുടങ്ങും, ആ ഒരു പിടുത്തം ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ പാസ് ചെയ്യുന്ന എനർജിയാണ്. അത് ആ വ്യക്തിയോട് നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്. നമ്മൾ ചെല്ലുന്ന ഒന്നും ഭയത്തിൻ്റെ ഒരു ഇമോഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേഷ്യമായിരിക്കാം. ഇതേ സെയിം ഇമോഷൻ തന്നെയായിരിക്കും അകത്തിരിക്കുന്ന ആൾ കിട്ടിയിരിക്കുന്നത്. മറ്റാളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സീനിയർ മാനേജർ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതേ ഇൻഫർമേഷൻ ആയിരിക്കും, കണക്ട് ചെയ്യും. അവിടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും.